ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്താണെന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും. കോഴിക്കോട്ടെ പുതിയാപ്പ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും പുതിയാപ്പ ഉത്സവവും അവിടുത്തെ കൊടിയിറക്കവും ഒക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്ത് വിശേഷമാണ് ഇതിൽ പറയാനുള്ളത് എന്ന്. ഉത്സവം കഴിഞ്ഞ് പനി പിടിച്ചു, ചെറുതായിട്ട് കിടപ്പിലായി. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ലേറ്റായത്. നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ കൊണ്ട് ഒരു മാസ്മരിക ലോകം പോലെ തീർത്ത ആ ഒരു പുതിയാപ്പ ഫെസ്റ്റിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയാപ്പ ഫെസ്റ്റിൽ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടതെന്നുള്ളതും പിന്നെ പുതിയാപ്പയുടെ ഫാനായിട്ട് മാറുകയും ചെയ്ത എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു 3 വർഷം മുമ്പ് പുതിയാപ്പയിൽ ഇങ്ങനൊരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മാരേജിന് ശേഷമാണ് ഞാൻ പുതിയാപ്പ എത്തിപ്പെടുന്നത്. ഒരു സൺഡേ വൈകിട്ട് എന്നെയും കൂട്ടിയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പോയി, പക്ഷെ ഒരു വീട്ടിലേക്കാണ് ആദ്യം കയറി ചെല്ലുന്നത്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ പാപ്പൻ്റെ വീടായിരുന്നു, ഹസ്ബൻഡിൻ്റെ പാപ്പൻ്റെ വീട്. അപ്പോൾ ഞാൻ കരുതി എന്തിനാ ബീച്ചിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. കാരണം മാരേജ് കഴിഞ്ഞിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ വക നമ്മളെ ക്ഷണിച്ചതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് പറഞ്ഞു ഇവിടെ അടുത്തൊരു ചെറിയൊരു ഉത്സവമുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർ. ഉത്സവം എന്ന് പറയുമ്പോൾ ഞാൻ കരുതുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുപ്രദേശങ്ങളോടുള്ള ചെണ്ടമേളവും വാദ്യവും അങ്ങനത്തെ ഉത്സവമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു. അവിടുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നതേ ഉള്ളൂ. പിന്നീട് ഈ ലൈറ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. എത്ര നടന്നിട്ടും ഈ ലൈറ്റ് അവസാനിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണ് ഉത്സവം? അപ്പോൾ എൻ്റെ പുതിയാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇവിടുത്തെ ഉത്സവം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ അതൊക്കെ കണ്ടിട്ട് ആ ഒരു മാസ്മരിക ലോകത്ത് പോയ ഒരവസ്ഥയായിരുന്നു എനിക്ക്. ലൈറ്റുകളൊക്കെ നിറഞ്ഞു നിന്നിട്ട് ഒരു മായാലോകത്ത് ചെന്നതുപോലെയാണ് നമുക്ക് തോന്നുക. മാത്രമല്ല ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രോഗ്രാംസൊക്കെ ബീച്ചിൽ നിന്നാണ് നടക്കുക. എത്ര പേരെ വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യാനുള്ള അത്രയും സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കവിടെ ബീച്ചിൻ്റെ സൈഡിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഒരുപാട് സമയം റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഞാനന്ന് പോയിട്ട് സത്യത്തിൽ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് വരാനേ തോന്നിയിരുന്നില്ല. ഒരു തവണ പുതിയാപ്പ പോയിട്ട് ആ ഉത്സവം കണ്ട് അവിടുത്തെ മാസ്മരിക ലോകത്ത് നിന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാനാണ് തോന്നുക. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്സവങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകാനോ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മുഷിയും, ഞാൻ തിരിച്ച് വീട്ടിൽ വരണം എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഹസ്ബൻഡിന് അങ്ങനെയല്ല. അടുത്തിട്ടുള്ള എല്ലാ ഉത്സവങ്ങളിലും ചെറിയ ചെറിയ ഉത്സവങ്ങൾ മുതലേ ആൾ പോകും. രാത്രി 12 മണി 1 മണി വരെ പോയിട്ട് ഉത്സവമൊക്കെ കണ്ട് അവിടുത്തെ തായമ്പകയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ആൾ വരാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് അത്രയും സമയമൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ പുതിയാപ്പ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും ഞാൻ പോവും. എന്നിട്ട് ലേറ്റായിട്ടാണ് ഞങ്ങൾ അവിടുത്തെ ഉത്സവത്തിൽ കുറേ സമയം പങ്കെടുത്ത് ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് അത്രയും ലേറ്റായിട്ടാണ് തിരിച്ച് വീട്ടിലെത്താറുള്ളത്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പുതിയാപ്പ ഉത്സവം. അവിടുത്തെ ജനങ്ങളുടെ അത്രയും കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ടുമാണ് പുതിയാപ്പ ഉത്സവം അത്രയും വിജയകരമായിട്ട് നടക്കാറുള്ളത്. കാഴ്ചകൾ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട് അവിടെ. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ആ റോഡിലൊക്കെ. ഈ റോഡിലൂടെയാണ് ഈ ലൈറ്റ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ പോകുന്നവരും വരുന്നവരും എല്ലാവരും വീഡിയോ എടുത്തിട്ടാണ് പതുക്കെയാണ് പോവുക. അപ്പോൾ അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഈ വളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. പോലീസും അങ്ങനത്തെ ആരും അവിടെ തന്നെ ഇല്ല. അവരെ സത്യത്തിൽ അവരെ നമിക്കണം നമ്മൾ. പിന്നെ അമ്പലത്തിൻ്റെ വകയായിട്ട് നമുക്കവിടെ ചുക്ക് കാപ്പിയും കടലയും വിതരണം ചെയ്യാറുണ്ട്. ചുക്ക് കാപ്പി ഉണ്ടല്ലോ, ഞാൻ മറ്റൊരു സ്ഥലത്ത് പോലും ഇത്രയും ടേസ്റ്റിലുള്ള ചായ കുടിച്ചിട്ടില്ല. നമുക്ക് അത്രയും നല്ല സ്മെല്ലാണ് അതിന്. അത് വിതരണം ചെയ്യുന്നതിൻ്റെ ഏരിയയിൽ ഒന്ന് എടുത്തെത്തിയാൽ തന്നെ നമുക്കത് വാങ്ങി കുടിക്കാൻ തോന്നും. പുതിയാപ്പയിലെ ചുക്ക് കാപ്പി ഫാനും കൂടിയായി ഞാൻ അവിടെ പോയതിന് ശേഷം. ഒരു സർപ്രൈസോടു കൂടിയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടതെങ്കിലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നീട് എല്ലാ വർഷവും മുടങ്ങാതെ ഞാനാണ് ഹസ്ബൻഡിനോട് പറയാം പുതിയാപ്പ ഫെസ്റ്റിൽ ഒരു ദിവസമെങ്കിലും എന്നെ കൊണ്ടുപോകണം,
ഒരു ദിവസമെങ്കിലും എന്നെ കൊണ്ടുപോകണം, എനിക്കവിടെ പോകണം എന്നുള്ളത്. അതുകൊണ്ട് മുടങ്ങാതെ ഇപ്പം പോവാറുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഒരിക്കലെങ്കിലും പുതിയാപ്പയിൽ വരിക, കോഴിക്കോട് വന്നിട്ട് പുതിയാപ്പ ഉത്സവം പങ്കെടുക്കുക. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മറന്നു പോവില്ല അവിടുത്തെ കാഴ്ചകൾ. അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ഫാനായതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പുതിയാപ്പ ഫാനാവുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കഴിയുമെങ്കിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് പുതിയാപ്പ ഫെസ്റ്റ് നടക്കാറുള്ളത്. എല്ലാവരും വന്ന് കാണുക, എൻജോയ് ചെയ്യുക. നല്ല തിരക്കുള്ള ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഉത്സവത്തിന് പോയത്. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.